ഇതിനെപ്പറ്റി പറയണമെങ്കിൽ എനിക്ക് ശ്രീകണ്ഠ സാറിന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലോ വർക്കണത്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് ഷാർപ്പായിട്ട് പറയാം, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാലോ. അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠ സാർ എം ഡി ആണല്ലോ, സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ബിനു അടിമാലി നമ്മളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബിനു അടിമാലിയുമായി ബന്ധപ്പെടുമ്പോഴേ ശരിക്ക് ബിനു അടിമാലി ഇന്ന് എല്ലാവരും ഒരുപാട് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം സ്റ്റാർ മാജിക്കിന്റെ അതിലൊരു അവതാരകനാണ്. പലരും അതിനെക്കുറിച്ച് യൂട്യൂബിലും ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താന്നൊക്കെ. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ അതിനെക്കുറിച്ച് എനിക്കൊരു അവയർനെസ് ഇല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ കുറച്ച് ആയിട്ടാണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ അത് എന്താണ് ചിലപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ബിനു അടിമാലിക്ക് ഒരു സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ടായിരുന്നു. ആ സോഷ്യൽ മീഡിയ മാനേജർ തന്നെയായിരുന്നു ഈ സ്റ്റാർ മാജിക്കിലെ ക്യാമറ ആർട്ടിസ്റ്റുമാണ്. ബിനു അടിമാലി അവരിലെ മറ്റൊരു ആർട്ടിസ്റ്റുമാണ്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഈ സ്റ്റാർ മാജിക്കിലെ ഈ അനീഷായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഈ അടുത്തിടായിട്ട് അവർ തമ്മിലൊരു സൗഹൃദ പിണക്കത്തിൻ്റെ പേരിൽ പിന്നീട് ഈ ബിനു അടിമാലിയുമായിട്ട് ഈ അനീഷ് തെറ്റിപ്പിരിയാണ്. പിന്നീട് ഈ തെറ്റിപ്പിരിയലും അതൊരു വലിയ പ്രശ്നത്തിലൊക്കെ ആയിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ ഈ ബിനു അടിമാലിക്ക് ഒരിക്കലും ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഒന്നും ഹാൻഡിൽ പേജോ ഒന്നും നോക്കാറോ അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിന് വലിയ ഒരു അവയർനെസ് ഒന്നും ഇല്ല. പക്ഷേ കണ്ടന്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവയർനെസ് ഉണ്ടെങ്കിലും അതിൻ്റെ കമൻറ്റുകളെ കുറിച്ചോ അതിനൊന്നും അദ്ദേഹം നോക്കാറില്ലായിരുന്നു. പക്ഷേ ഈ സൗഹൃദ പിണക്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വളരെ മോശമായിട്ടുള്ള തെറികളൊക്കെ കണ്ടു. ആ തെറികളൊക്കെ അദ്ദേഹത്തിന് വളരെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം തന്നെ വിചാരിച്ച് നമ്മൾ മുന്നത്തെ സോഷ്യൽ മീഡിയ മാനേജർ ചെയ്ത പണിയാണോ, അദ്ദേഹം എന്നെ കുറച്ച് മോശമായിട്ട് അദ്ദേഹം തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്, അത് ഇത്രയും ബാഡായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കിൽ നിന്നുള്ള ഒരു ഇതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനവധി സംശയങ്ങളായി പിന്നീട് ബിനു അടിമാലിക്ക്. അതിനുശേഷം ബിനു അടിമാലിയും ഈ സോഷ്യൽ മീഡിയ മാനേജറായിട്ടുള്ള അനീഷും തമ്മിൽ വളരെയധികം ഫൈറ്റിംഗ് രീതിയിൽ ഫോണിലൂടെ വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആയിരുന്നു ബിനു അടിമാലിയുടെ പിന്നീടുള്ള പെരുമാറ്റം. അപ്പോൾ അങ്ങനെ സ്റ്റാർ മാജിക്കിൽ പ്രോഗ്രാംസ് ഒരിക്കൽ നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഈ അനീഷ് ശരിക്കും സ്റ്റാർ മാജിക്കിൽ ഒരു ക്യാമറ ആർട്ടിസ്റ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അനീഷിനെ പെട്ടെന്ന് സ്റ്റാർ മാജിക്കിൻ്റെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് ഈ അനീഷിൻ്റെ ബിനു അടിമാലി അനീഷിനെ വളരെ മോശമായിട്ട് പെരുമാറി തെറിയൊക്കെ വിളിച്ചു. അതിനുശേഷം ഈ അനീഷിൻ്റെ ഒരു ക്യാമറ പൊട്ടിക്കുകയുണ്ടായി. ഏകദേശം 9 ലക്ഷം രൂപ വരുന്ന ക്യാമറ ഒക്കെ പൊട്ടിക്കുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ നമ്മളെ ഈ അനീഷ് കേസൊക്കെ ഫയൽ ചെയ്തു. അദ്ദേഹം വളരെ ഇതായിട്ട് അതിനെ റിയാക്ട് ചെയ്തു. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബിനു അടിമാലിയുടെ സൈഡായിട്ട് ആരും സോഷ്യൽ മീഡിയയിൽ ഒന്നും കണ്ടില്ല. പിന്നീട് ഈ അടുത്തിടായിട്ട് ട്രൂ TV ഈ ബിനു അടിമാലി ഒരു എന്താ പറയുക ഒരു വെള്ളപൂശൻ പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത കുട്ടീനെ കുറിച്ചൊക്കെ സത്യം ചെയ്തുകൊണ്ടൊക്കെ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ബിനു അടിമാലിയുടെ അടുത്താണ് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിനെല്ലാം കാരണക്കാരൻ അനീഷാണെന്ന് എല്ലാം തിരിച്ചു. പിന്നീട് അനീഷ് വീണ്ടും അതിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം അടുത്തിടായിട്ട് ഈ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഈ ഒരു ബിനു അടിമാലിയുടെ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥകൾ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർ മാജിക്കിലെ ഡയറക്ടറും പിന്നീട് എന്താ പറയുക നമ്മൾ ഈ അനീഷും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കേൾക്കാം. ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ശ്രീകണ്ഠ സാറിന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലോ വർക്കണത്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് ഷാർപ്പായിട്ട് പറയാം, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാലോ. അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠ സാർ എം ഡി ആണല്ലോ, സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ഒരു നിലപാട് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ
ഞാൻ അതിന് സംസാരിക്കാം. നിനക്കിപ്പോ നിന്റെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം വിടുവോ നീ? ഇല്ലടാ, എനിക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇനി ആളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഞാനത് ചെയ്യൂല, ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങൾ ഇനി എന്റെ പിന്നാലെ ഒരു ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഞാനത് അത് ന്യായമായ കാര്യമാണ് നീ പറയണത്, ശരിയാണ്. ലീഗലായിട്ട് പോവാന്നുള്ള കണ്ടീഷനിൽ നിന്നായിരുന്നേ. അപ്പൊ ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുമായിട്ട് ഞാൻ അതിന് ശേഷം സംസാരിച്ചിട്ടില്ല, അന്ന് അവിടുന്ന് പോയതിനു ശേഷം. അല്ല, എനിക്ക് ഇതിപ്പോ ഞാൻ നാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. എനിക്ക് ഇതിപ്പോ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു, വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ ഞാനത് ഞാൻ ചെയ്തിട്ടില്ല, അത് അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു. അല്ല, എനിക്കറിയാതെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഇതില് എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു നടന്നവിടെ. പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പ്. അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ ഇപ്പൊ രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞു വെച്ചോ, അയാൾ വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മതിചേട്ടനാണല്ലോ തുറന്ന് കയറിയതൊക്കെ. അപ്പൊ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. നീ ഇപ്പൊ ഇപ്പൊ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും, അത് നമുക്കറിയാം. ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത്. സാറിന്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷമേ അതിനകത്ത് ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂ. കാരണം ഓഫീസിൽ സംഭവിച്ച കേസല്ലേ. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നല്ലോ. അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ജിനീഷ, സംഭവമൊക്കെ ശരിയാണ്, നിനക്കുണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറി നടക്കുന്ന ചെറിയ പണിയല്ല. അല്ല, ഞാനത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞു ക്യാമറ കൊടുക്കേണ്ടി വരും. എനിക്ക് 2 വർഷമായിരിക്കും ക്യാമറ കിട്ടണേ. ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആള് ഇറന്ന് മേടിച്ചെന്താ ഈ സംഭവം. അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കേസാ. ഞങ്ങളത് 100% ഞാൻ ഇപ്പൊ ചേട്ടനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഒരു ആവശ്യമില്ലാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ്. അവൻ സൈഡിൽ കൂടെ നടന്ന ആളെ വിളിച്ചിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും നിന്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മനസ്സമ്മാനാണ്. വേറെ കാര്യം, ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശിയാണ്. ഇയാൾക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെ കൂടെ നിൽക്കത്തുള്ളൂ. അത് വേറെ കേസ്. ആളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരിക്കലില്ല. അതായത് ആളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആളുടെ ഇതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. എനിക്ക് അത്രയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുങ്ങി മാറി നടന്ന് ഇപ്പൊ ലാസ്റ്റ് തന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാനാണ് ചെയ്തെന്ന് പറയുമ്പോ അത് ഞാൻ അറിയുന്നു. ലോജിക്കില്ല. പുള്ളി തന്നെ 2 ദിവസം വിളി, ഞാൻ അത് കേൾക്കാണ്ട് നടക്കായിരുന്നു. നമുക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇയാള് ഇയാളോട് പറഞ്ഞാൽ മനസ്സിലാണല്ലോടാ. ഞാനത് ഏറ്റവും അവസാനം അന്ന് പോയപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് ഇടപെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ശരിയാക്ക് നോക്കട്ടെ. ഞാൻ പറഞ്ഞു അവന്റെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല. അവൻ എത്രയും ചീത്തയും പിടിച്ച് തല്ലും പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ എങ്ങനെ പറയും ചോദിച്ചു. കാരണം അവന്റെ ഭാഗത്തിൽ ന്യായം. അവിടെ നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അവിടെ ഇപ്പൊ ഇത്ര ദിവസം എന്നെ അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. അവിടെ ജിനീഷ് ഭായി ആയി മനസ്സിലായ. അതായത് മുന്നേ വിളിച്ചോണ്ടിരിക്കുന്ന അതേ ടോൺ. അല്ല, പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. കണക്ഷന്റെ ഇത് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാസ്മെന്റും പിന്നെ സാധനം എക്യുപ്മെന്റും തട്ടി പൊട്ടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. അത് അയാള് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കേസിലേക്കേ പോകത്തുള്ളൂ. നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള ഒരു പേടി. അങ്ങനെ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഈ ഇതെല്ലാം ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില് അയാള് പറയണ ഇവൻ വേറെ ആൾക്കാര് വഴി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാനെപ്പോഴും ആലോചിക്കുക, നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രമല്ലല്ലോ ഇവിടത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാര്. ഒരുപാട് ന്യൂസും വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ. അതെ, ഇങ്ങനൊരു സംഭവം കേട്ടപ്പോ എല്ലാരും അതായത് ന്യൂസ് താഴെ കൊണ്ടിടക്കണേ. അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ. അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു. ഇവരെല്ലാരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീല് പറയണ ആർക്കും മീഡിയക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും അതായത് വാർത്തയൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ ഞാൻ ആളും ഇതാക്കേണ്ടി വരും. വക്കീൽ പറഞ്ഞു അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അത് ആൾക്കുള്ള ബുദ്ധിമുട്ടാണുള്ളൂ ഭാവിയില്. ഇവിടുന്ന് ഇപ്പൊ നമ്മള് ഇളവ് വിളിക്കുന്നുണ്ട്. സാറിന്റെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് കൊടുക്കണം. അതാണ് ഞാൻ എന്നെ വിളിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് വലിയ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കേസ് വന്നു എന്നൊക്കെ പറഞ്ഞത്. സാർ ആ രീതിയിൽ സംസാരിച്ചത് അത് എങ്ങനെയാലും സെറ്റിൽ ചെയ്ത് വിടാനുള്ള
ഇതാണ് സാറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പോലീസ് വന്ന് കയറലും ബഹളൊക്കെ. ഇപ്പൊ മണിയിലാണെങ്കിൽ പോലും സാറ് ഡയറക്റ്റ് കേസിൽ ഇടപെട്ടാണ്. ഇപ്പൊ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പരോക്ഷമായിട്ടും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞായിരുന്നു ഇതുവരെയായിട്ട്. എനിക്കിപ്പോ എത്ര അതിനോട് കേസ് ഈ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നീ ഇതിന് വരുമോ? അതിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം തന്നെയാണ്. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ക്യാമറ പുതിയത് മേടിപ്പിച്ചു തരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത്. അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ ഇനി ഈ വിഷയമായിട്ട് വരരുത്. അതായത് ഞാൻ അങ്ങനെ ചെയ്തു നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തണം. പിന്നെ ഭാവിയിൽ ദ്രോഹിക്കരുത്. വാങ്ങിച്ചോ പിടിക്കണം. ചുരുക്കി പറഞ്ഞാലേ ഇപ്പൊ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ബിനി അടിമാലി അതില് കുറ്റക്കാരനാണെന്ന്. അപ്പൊ ഇതിന്റെ ശേഷം ബിനു അടിമാലിയെ സസ്പെൻഡ് ചെയ്യാണ്. സസ്പെൻഡ് ചെയ്യുകയും സ്റ്റാർ മാജിക്കിൽ കുറച്ച് കാലം ഇവരില്ലായിരുന്നു. ആര് ഈ ബിനു അടിമാലി ഇല്ലാത്തൊരു സമയമായിരുന്നു. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമറ തിരിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ പുതിയ ക്യാമറ വാങ്ങിക്കൊടുത്താൽ ഈ ഒരു കേസ് ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ള അതാണ് അനീഷിനെ സംബന്ധിച്ചിടത്തോളം. ശേഷം വീണ്ടും ഈ സ്റ്റാർ മാജിക്കിൽ ബിനു അടിമാലിനെ എടുക്കുകയാണ്. അപ്പം ഈ പയ്യനോട് അതിന് ശേഷം ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. അത് പുതിയ നീ എന്നാ പോയി കണ്ടത്? അതിന്റെ പിറ്റേ ദിവസമാണ് അയാളവിടെ വന്നത്. രണ്ടുപേരും വശം കേട്ടു. സാറ് പറഞ്ഞത് വിളിച്ച് കോംപ്രമൈസ് ചെയ്യും. അത് രണ്ടുപേരെടുത്തും തീർക്കാനുള്ള രീതിയിലാണ് പറഞ്ഞത്. കമ്പനി തീരുമാനം അയാളെ 2 മാസം നമ്മൾ മാറ്റിയിരുന്നല്ലോ. അത് ക്ലിയർ ആണല്ലോ. അതിനകത്ത് നമ്മളൊരു പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം. നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട്. 2 മാസം അയാളെ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെ അയാളെ വിളിച്ച് 2 മാസം പിടിച്ച് പുറത്താക്കിയില്ല. പിന്നെ ഷോക്ക് അത് പുള്ളി പോയിട്ടും വലിയ മാറ്റം. പിന്നെ കണ്ടോ, 2 മാസം സസ്പെൻഡ് ചെയ്തു. ഇത് തന്നെയൊന്നും ഈ അനീഷിന്റെ നീതി കിട്ടോ? ഇല്ല. പക്ഷേ ഈ ഇതിനൊരു തീരുമാനം ആവുന്നത് വരെ ബിനു അടിമാലിയെ മാറ്റി നിർത്തണമായിരുന്നു. പറഞ്ഞില്ലേ, ബിനു അടിമാലി ഇല്ലാത്തതുകൊണ്ടൊന്നും വലിയ സ്റ്റാർ മാജിക്കിന്റെ റേറ്റിംഗിലൊന്നും ഒരു വലിയ മാറ്റം വന്നിട്ടില്ല. പിന്നെ ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് ഈ അനീഷിനോട്. അപ്പം എന്ത് തന്നെ ആയാലും ആ പാവത്തിനൊരു നീതി കിട്ടിയാൽ മതിയാവും. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം.